സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മുടെ അങ്ങനെ സെലക്ഷൻ കോൺട്രാക്ട് എടുക്കാൻ പോകുന്ന ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഗൈസ് എന്തായാലും ഈ ഒരു പ്ലേയേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ അതിനകത്ത് എന്തായാലും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഫുള്ളി ആയിട്ട് അതായത് ഫുൾ പ്ലേയേഴ്സിനെ പറയുന്നില്ല, ഇത് ജസ്റ്റ് ഒരു പാർട്ട് 1 വീഡിയോ ആണ്. ഉറപ്പായിട്ടും നമ്മൾ കമന്റ് സെക്ഷനിൽ കണ്ട് കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട് നമ്മുടെ CB ആയിട്ട് ബെറ്റർ ഏതാണ്. അതായത് ഇത് നമുക്കറിയാം ടോണി ആഡംസ് ഉണ്ട്, നമ്മുടെ സലിബയുണ്ട്, അതുപോലെ തന്നെ വാൻഡിജിക് ഉണ്ട്, അതുപോലെ തന്നെ ബെക്കംബർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റോഡ്രിഗർ ഉണ്ട്, കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം മിക്ക എല്ലാ പ്ലേയേഴ്സിനെയും ഞാൻ ഒറ്റ ഇതിലാക്കിയിട്ട് ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും പിടുത്തം കിട്ടുന്ന തരത്തിലുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാർട്ട് 1 ആയിട്ട് എടുത്തത്. കാരണം ഇതിൽ കിടിലൻ കാർഡുകൾ ഇനിയും ഉണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമ്മൾ പുറകെ വൈകുന്നേരം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മാനേജറും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതും കൂടെ കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാ മാനേജറിൻ്റെയും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ 88 റേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജർ നമ്മുടെ ഗ്യാസ്പറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. മച്ചാമാരെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഏത് മാനേജർ ആയാലും കുഴപ്പമില്ല, നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഏതൊരു മാനേജർ ആയിക്കോട്ടെ, അതായത് നമ്മുടെ ലൂയിസ് റോമനോ ഏതായാലും ഒരു കുഴപ്പമില്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന 2 CBനെ പറ്റിയിട്ടാണ്. ഒന്ന് നമ്മുടെ കെന്നവേരോയും ഒന്ന് നമ്മുടെ പുയോളുമാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ പുയോള് നമ്മുടെ ഡിസ്ട്രോയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കെന്നവേരനെ നോക്കാം. നോക്കുന്ന സമയത്ത് ഏകദേശം 105-106 റേറ്റോട് കയറുന്ന ഒരു കാർഡാണ് നമ്മുടെ കെന്നവേരയുടെ കാർഡ്. മച്ചാമാരെ ആദ്യം തന്നെ നമ്മൾ 2 ഡിഫറൻസ് ആണ് നോക്കുന്നത്. മച്ചാമാരെ നിലവിൽ നിങ്ങൾ ഇത് അറിയാണ്ട് ആരും ഓടിച്ചാടി കയറി കെന്നവേരനെ എടുക്കരുത്. കാരണം വേറെ ഒന്നുമല്ല, 3 CB യൂസ് ചെയ്യുന്ന കുറേ നമ്മുടെ യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ 3 CB യൂസ് ചെയ്യുന്നവർക്ക് കിടലിനായിട്ടുള്ള ഒരു കാർഡാണ് നമ്മുടെ കെന്നവേര. അതായത് ഞാനിപ്പം കുറേ കണ്ടതിൽ റാങ്കഡ് ആയിട്ടുള്ള പ്ലേയേഴ്സും കുറേ ഓൺലൈൻ മാച്ച് ഒക്കെ കളിക്കുന്ന സമയത്ത് ചിലവർ ബാക്കിൽ 3 CB ഇടും. അതായത് 4 CB ഇടുന്നവരുണ്ട്, അല്ല 4 CB അല്ല 3 CB ഇട്ടിട്ട് ഇങ്ങനെ മെയിനായി കളിക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ബെക്കംബർ, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ടോണി ആഡംസ് വേണമെങ്കിൽ കെന്നവേരനെ ഇട്ട് കളിപ്പിക്കുന്ന ഒരു സീനും ഇല്ല. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ മച്ചാമൻ ഓൾറെഡി നിലവിൽ ഈ ഒരു കാർഡിന്റെ കുറവെന്ന് പറയാൻ ഹൈറ്റ് ഈ ഒരു കാർഡിന്റെ വൻ പ്രശ്നമാണ്. പക്ഷെ ബാക്കി ഈ ഒരു കാർഡ് കിടിലൻ കാർഡാണ്. പിന്നെ നിങ്ങൾക്കറിയാം കൊനാമി ഈ ഒരാഴ്ച കാണുന്ന പോലെയല്ല, ഓൾറെഡി നമ്മുടെ ആനിവേഴ്സറി കഴിയുമ്പോഴത്തേനും അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേനും നിലവിൽ ഇപ്പോൾ ഉള്ള പവർ ഇവർ കുറയ്ക്കും. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം മെയിനായിട്ട് നമ്മുടെ സ്ക്വാഡിൽ തന്നെ നോക്കുമ്പോൾ ബെല്ലിംഗോ ഒക്കെ ഉണ്ടായിരുന്നു, കിടന്ന ബെല്ലിംഗോ ആണ് ഇപ്പോൾ ഡിയിൽ കിടക്കുന്നത്. അപ്പം അത് ഈ ഒരു കാർഡിന്റെ പ്രശ്നമല്ല മച്ചാൻ, ഈ ഒരു കാർഡിന്റെ പ്രശ്നമല്ല, ഓൾറെഡി കൊനാമി ഈ ഒരു കാർഡിന്റെ പവർ കുറയ്ക്കുന്ന സമയത്ത് ഓൾറെഡി കൊനാമിയാണ് പവർ കുറയ്ക്കുന്നത്. അപ്പം നമ്മുടെ യൂസേഴ്സ് വിചാരിച്ച പോലെ കിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മളെല്ലാവരും സെലക്ഷൻ കോൺട്രാക്റ്റിൽ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് അവർ ഈ ഒരു കാർഡ് നെർഫഡ് ആക്കും. കാരണം അവർക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മൾ ഏതാണ് എടുത്ത് ആ ഒരു കാർഡ് നെർഫഡ് ആക്കിയിട്ട് നമ്മൾ ആരും എടുക്കാത്ത കാർഡ് അവർ മിക്കവാറും പവർ കൂട്ടും. അതായത് നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ അതായത് നിങ്ങൾ ആരും മെയിൻലി നിങ്ങൾക്കറിയാം ഡെനിൽസനും അതേപോലെ തന്നെ കസിലിയാസും ഈ ഒരു കാർഡിൽ ആരും എടുക്കേണ്ടാത്ത കാർഡാണ്. കക്കയല്ല ഡെനിൽസനും കസിലിയാസും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓൾറെഡി കക്ക കിട്ടി, അതുപോലെ തന്നെ കസിലിയാസും കിട്ടി. കസിലിയാസും മച്ചാൻ അവരൊരു ട്രാപ്പാണ്. അതായത് നിങ്ങൾ എടുക്കാൻ പോകരുത്. കാരണം ഒന്നാമത് ഡെയിലി പെനാൾട്ടി അത് വരുന്ന സമയത്ത് മിക്കവാറും വീണ്ടും ഈ ഒരു കാർഡ് റിപ്പീറ്റഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഡെനിൽസന്റെ കാര്യം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല മച്ചാൻ, നമുക്ക് എല്ലാവർക്കും ഡെനിൽസന്റെ കാർഡ് 3-4 കാർഡുകൾ കിടക്കുന്നുണ്ട്. അതാണ് എല്ലാവരും ഈ ഒരു കാർഡിനെ നന്നായിട്ട് രീതിയിൽ തന്നെ മടുക്കാൻ കാരണം. അപ്പം മച്ചാൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ബെക്കംബറിന്റെ സമയത്ത് 79 കേളുണ്ട്, നമ്മുടെ കെന്നവേരന്റെ സമയത്ത് 57 കേളുള്ളൂ. അപ്പം മച്ചാൻ പ്രശ്നം എന്താ വെച്ചാൽ ക്രോസ് സ്പെഷ്യലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കെന്നവേരയ്ക്ക് താങ്ങാൻ പറ്റില്ല, അടി താങ്ങാൻ പറ്റില്ല. പക്ഷേ ആശൻ ജമ്പ് ഉള്ളതുകൊണ്ട് മിക്ക വരുന്ന ബോളുകളും എന്താ പറയുക നമുക്ക് ഡിഫൻസ് ചെയ്ത് തരും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ റൊണാൾഡിനോ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ബെക്കാമൊക്കെ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഇടുന്ന സമയത്ത് ക്രോസ് പ്ലേ, അതായത് നമ്മുടെ ഓപ്പോണന്റ് ക്രോസ് വെച്ച് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കെന്നവേരയ്ക്ക് ഡിഫൻസ് ചെയ്യാൻ പറ്റില്ല, ഡിഫൻസ് പൊട്ടും, അപ്പോൾ പണിയാവും. അപ്പം ബാക്കി എല്ലാത്തിലും നോക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാം ഉണ്ട്. കാരണം സ്പീഡ് നോക്കുമ്പോൾ 87 നമ്മുടെ ബെക്കംബറിനാണ്, ഇത് മേളിൽ കാണിക്കുന്ന ബെക്കംബർ, താഴെ നമ്മുടെ കെന്നവേരൻ്റെ ആണ്. ഇവിടെ നോക്കുന്ന സമയത്ത് ബാലൻസ് നോക്കുകയാണെങ്കിൽ കൂടുതലാണ്, ബെക്കംബറിനെക്കാട്ട് കൂടുതലുണ്ട്. ഫിസിക്കൽ കോൺടാക്ട് നോക്കുന്ന സമയത്തും കൂടുതലാണ്. ഇനി അടുത്ത നമുക്കൊരു പ്ലെയറിലേക്ക് പോവാം, നമ്മുടെ ബാസ്റ്റണിയാണ്. ബാസ്റ്റണി വെക്കുന്ന സമയത്ത് മച്ചന്മാരെ കേൾ നോക്കുമ്പോൾ 69 ഉണ്ട്, അതായത് നമ്മുടെ കെന്നവേരനെക്കാട്ട് തന്നെ കൂടുതലുണ്ട്. പിന്നെ അടുത്ത പ്ലെയറെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പുയോളാണ് മച്ചന്മാരെ. പുയോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ആരും പുയോളിന്റെ സെലക്ഷൻ കോൺട്രാക്ട് വെച്ച് എടുക്കരുത്. കാരണം ഈ ഒരു കാർഡ്, അതായത് ഇതിലും റേറ്റഡ് ആയിട്ടുള്ള കാർഡുകളുണ്ട്, പക്ഷെ കൊനാമി തന്ന ഈ ഒരു കാർഡിന്റെ പ്രശ്നമാണ് മച്ചന്മാരെ. കേൾ നോക്കുമ്പോൾ വീണ്ടും കുറവാണ്, പക്ഷെ ബാക്കിയുള്ള സ്റ്റാറ്റസ് വൈസ് നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് കണ്ടോ, സ്റ്റാമിന നോക്കുമ്പോൾ 82 ആണ്, ബാലൻസ് നോക്കുമ്പോൾ 76 ഉള്ളൂ. ഞാൻ നമ്മുടെ ഗ്യാസ്പറിനെ ആയതുകൊണ്ട് കേട്ടോ പറയുന്നത്. പിന്നെ ആകെ നമുക്ക് കിക്കിംഗ് പവർ മാത്രമാണ് നമ്മുടെ എന്താ പറയുക 76 ഉള്ളൂ നമ്മുടെ പുയോളിൽ. ബാക്കി കേള് നോക്കുന്ന സമയത്തും
എന്താ പറയുക, ഹെഡർ നോക്കുമ്പോഴും കുറച്ച് കൂടുതലുണ്ട്, ബാക്കിയെല്ലാം കുറവാണ് മച്ചാമര. കാരണം കണ്ടോ, പുയോളിന് ഹെഡർ ഒരു 90 കിട്ടുന്നുണ്ട്, നമ്മുടെ കെന്നവരയ്ക്ക് 84. അപ്പം നിങ്ങൾ നോക്കിയെടുക്കുക. ഇത് തന്നെയാണ് മച്ചാമര നമ്മുടെ സലിബയുടെ കേസിലും. സലിബയ്ക്കും ഇതേ പ്രശ്നം തന്നെയാണ്. സലിബയ്ക്കും എന്താ പറയുക, കേള് കൂടുതലാണ്. അപ്പം മച്ചാമര ഈ ഒരു കാർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത വേറെ 3 കാർഡുകളുണ്ട്. അതായത് ഗൈസ് ഡ്രാഗണിൻ്റെ കാർഡും വാൻ്റെ കാർഡും അതുപോലെ സ്കോളസിൻ്റെ കാർഡും ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ മച്ചാമര ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും എന്താ പറയുക, നമ്മുടെ എന്താ പറയുക ബൂസ്റ്റേഴ്സ് അനുസരിച്ച് മാറിയിരിക്കും നമ്മുടെ പ്ലേയേഴ്സിൻ്റെ റേറ്റിംഗ്. കാരണം കുറേ പേര് കൊടുക്കുന്ന റേറ്റിംഗ് മാറുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബൂസ്റ്റർ അനുസരിച്ചാണ്. അത് മച്ചാമ്പര നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഓട്ടോ അലോക്കേറ്റ് തന്നെ കൊടുത്തതിന് ശേഷം നിങ്ങൾ മറ്റൊരു രീതിയിൽ കൊടുത്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കളിപ്പിക്കാം. പിന്നെ കേസ് ഉറപ്പായിട്ടും മച്ചാമ്പര നിങ്ങൾ ആരും കക്കേനെ, അതായത് ഇഷ്ടത്തോടെ അല്ലാണ്ട് കക്കേനെ വെറുതെ എടുക്കരുത്. കാരണം എനിക്ക് ഓൾറെഡി കക്കയുണ്ട്, ഞാൻ 3 ദിവസം കളിപ്പിച്ച് നോക്കി, പാസിംഗ് ഒക്കെ അത്യാവശ്യം പക്കമുണ്ട്. ഇപ്പം കൊനാമി ആ ഒരു കാർഡ് ഡൗൺ ആക്കി, അതായത് ആരോച്ചിൻ്റെ അടിയിലേക്ക് ഇരിക്കുന്നത്. അപ്പം നെർഫാക്കി കളഞ്ഞു അവർ. അത്യാവശ്യം കുറച്ച് പവർ കുറച്ചു, ഫസ്റ്റ് വന്ന അത്രയും പവർ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു കാർഡായിരുന്നു കക്ക. അപ്പം മച്ചാൻ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.